الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും തഖ്വയുടെ അടിത്തറയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസാനം ശ്വാസം വരെയും അതിൽ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അവസരം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അന്തിമമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരം എടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുസ്ലിം ലോകം ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹിജറ വർഷം 1448 മുഹറം 3 വെള്ളിയാഴ്ചയാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ശഹറുല്ലാഹിൽ അദീം, മഹത്തായ അല്ലാഹുവിന്റെ മാസം എന്നാണ് മുഹറം വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മുഹറത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിൽ കടന്നു വരേണ്ട ഒരുപാട് ചിന്തകളും ഓർമ്മകളും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുമുണ്ട്. കാരണം ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം കൂടിയാണ് മുഹറം എന്ന് പറയുന്നത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെയും ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെയും വിമോചന യാത്ര
നടന്ന മാസം മുഹറമായിരുന്നു. ഇസ്ലാമിക ലോകത്ത് ഹിജറ വർഷത്തിന്റെ ആരംഭം എന്ന നിലയിൽ ഇസ്ലാമിക കലണ്ടറിന് അടിസ്ഥാനമായി സ്വീകരിക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും മദീനയിലേക്കുള്ള ഹിജറ, ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഒരു പറിച്ചുനടൽ, അത് സ്മരിക്കപ്പെടുന്ന സന്ദർഭവും കൂടിയാണ് മുഹറം. വിവിധ പ്രതിസന്ധികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന സംഭവങ്ങളാണ് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഈ രണ്ട് സംഭവങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനവും പ്രതിനിധാനവും നിർവഹിച്ചുകൊണ്ട് നിലയുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാനിടയുള്ള വഴിമുടക്കങ്ങൾ, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെയും അക്രമികളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന നിയന്ത്രണങ്ങളും എതിർപ്പുകളും, അത്തരം സാഹചര്യങ്ങളിലൊന്നും നിരാശപ്പെട്ട് പിന്തിരിയുകയല്ല, അതല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പകച്ചു പോവുകയല്ല, മറിച്ച് പ്രതീക്ഷയോടുകൂടി പുതിയ വഴി അന്വേഷിക്കുവാനുള്ള പ്രചോദനം കൂടിയാണ് ഹിജറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുന്നവരുടെ കൂടെ പടച്ചവനുണ്ട്. അള്ളാഹു അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചവരെ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന ആത്മവിശ്വാസവും ഹിജറ പ്രദാനം ചെയ്യുന്നുണ്ട്. പടച്ചവൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ ആരെയും ഭയപ്പെടേണ്ടതില്ലല്ലോ. പടച്ചവൻ കൂടെയുണ്ട് എന്ന ബോധ്യമുള്ള വിശ്വാസി ദുനിയാവിൽ മറ്റൊന്നിനെയും ഭയപ്പെടാതെ ജീവിക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കും. അള്ളാഹുവിനോടുള്ള യഥാർത്ഥ ഭയവികാരം മനുഷ്യ മനസ്സിലേക്ക് കടക്കുന്നതോടുകൂടി മറ്റെല്ലാത്തിനോടുമുള്ള ഭയവികാരം മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നവനാണ് വിശ്വാസി. ഈമാൻ എന്ന പദം തന്നെ അമ്ന് അഥവാ നിർഭയത്വം എന്ന വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അമ്നിലൂടെ ഈമാൻ നേടിയ വിശ്വാസി, അല്ലെങ്കിൽ ഈമാനിലൂടെ അമ്ന് നേടിയെടുക്കുന്ന വിശ്വാസി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്ന ജീവിത പാഠങ്ങൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഹിജറ നമ്മൾ ഓർക്കുമ്പോൾ അതിൽ ഉജ്ജ്വലമായി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ശത്രുക്കളുടെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി 3 ദിവസം അവർ സൗർ ഗുഹയിൽ കഴിയുന്നുണ്ട്. മദീനയുടെ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം യമനിന്റെ ഭാഗത്തേക്ക് സഞ്ചരിച്ച് ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി 3 ദിവസം സൗർ ഗുഹയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നളർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ, സത്യനിഷേധികളുടെ മുശ്രിക്കുകളുടെ കാലുകൾ, അവരുടെ പാദങ്ങൾ ഞങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ കാണുകയാണ്. വനഹനു ഫിൽ ഗാർ, ഞങ്ങൾ ആ സൗർ ഗുഹയിൽ ഉണ്ടാകുമ്പോൾ വഹും അലാ റൂസിന, ഞങ്ങളുടെ തലക്ക് മുകളിലാണ് ഈ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി ഞങ്ങളെ കഥകഴിക്കാൻ വേണ്ടി മക്കയുടെ ചുറ്റുപാടും പരക്കം പാഞ്ഞ നിഷേധികളിൽ മുശ്രിക്കുകളിൽ ഒരു വിഭാഗം ഞങ്ങളുടെ തലക്ക് മുകളിൽ ഞങ്ങൾ ഇങ്ങനെ കാണുകയാണ്. നളർതു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ, അവരുടെ പാദങ്ങൾ ഞങ്ങൾ ഇങ്ങനെ മുകളിലേ നോക്കുമ്പോൾ കാണുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, ഫഖുൽതു യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അന്ന അഹദഹും നദറ തഹത ഖദമൈ, അവരെങ്ങാനും അവരുടെ കാൽ കീഴിലേക്ക് ഒന്ന് നോക്കിയാൽ ലഅബ്സർന, നമ്മളെ കണ്ടു കഴിയുമല്ലോ, നമ്മൾ കണ്ടുപിടിക്കപ്പെടുമല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷണ്ണ മുഖഭാവത്തോടു കൂടി റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ ഒരു ഭാവഭേദവുമില്ലാതെ ഒരു അസ്വസ്ഥതയുമില്ലാതെ റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ടല്ലോ, മാ വന്നുക യാ അബൂബക്കർ, അബൂബക്കറെ താങ്കൾ എന്താണ് ഈ കരുതുന്നത്? ബിഇസ്നാനി അല്ലാഹു സാലിസുഹുമ, അല്ലാഹ് കൂടെയുള്ള
മൂന്നാമനായി അള്ളാഹ് കൂടെയുള്ള രണ്ടുപേരെ കുറിച്ചാണോ താങ്കൾ ചിന്തിക്കുന്നത്? അള്ളാഹ് കൂടെയുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന മൗലികമായ ഈമാൻ വിശ്വാസിക്ക് നൽകേണ്ട മൗലികമായ പാഠം തന്റെ സഹയാത്രികനായ തന്റെ സഖാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പകർന്നു കൊടുക്കുകയാണ് പ്രവാചകൻ. ഈ യൻസുറുക്കുമുല്ലാഹ ഫലാ ഗാലിബ ലക്കും. അള്ളാഹ് നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ പരാജയപ്പെടുത്താൻ, നിങ്ങളെ അതിജയിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ. പടച്ചവൻ കൈവിട്ടാലോ അള്ളാഹ് നിങ്ങളെ കൈവിട്ടാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ മറ്റാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പോ ഹിജ്റയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ പടച്ചവൻ അള്ളാഹു കൂടെയുണ്ട്. വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മുഅ്മിനുകളുടെ കൂടെ പടച്ചവനുണ്ട് എന്ന ആ ഒരു ആത്മവിശ്വാസവും ഹിജ്റ നമുക്ക് പ്രദാനം നൽകുന്നുണ്ട്. ഹിജ്റയുടെ ചരിത്ര പശ്ചാത്തലങ്ങളെ നമ്മൾ വിശകലന വിധേയമാക്കുമ്പോൾ ഈ കാര്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും മദീനയിലേക്ക് ഹിജ്റ പോകാൻ നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ മക്കയിലൂടെ കടന്നു പോകുന്ന 13 വർഷക്കാലത്തെ നിരന്തരമായ പ്രബോധനത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ചരിത്രമാണ്. ഹിറാ ഗുഹയിൽ നിന്നും വഹി കിട്ടിയ ആ നിമിഷം മുതൽ നിരന്തരമായി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ അക്ഷീണം പ്രവർത്തിക്കുകയാണ് റസൂലുള്ളാഹിയും അനുയായികളും. പക്ഷേ നാളുകൾ ചെല്ലുന്തോറും മക്കയിലെ അന്തരീക്ഷം മാറി വരികയാണ്. പ്രലോഭനങ്ങളുടെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ലെന്ന് കാണുമ്പോൾ പിന്നീട് പരീക്ഷണങ്ങളുടെ നാളുകളിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. അനുയായികൾ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാവുകയാണ്. ബഹിഷ്കരണങ്ങളിലൂടെ വിശ്വാസി സമൂഹം പരീക്ഷിക്കപ്പെടുകയാണ്. ശുഅബ് അബീ താലിബിൽ പച്ചിലകൾ തിന്ന് ജീവൻ നിലനിർത്തേണ്ട അവസ്ഥ കൂടി ഇസ്ലാമിക സമൂഹത്തിൽ നേരിടേണ്ടി വരികയാണ്. തനിക്ക് ഏറ്റവും വലിയ അവലംബമായി നിന്നിരുന്ന, തന്റെ കരുത്തായിരുന്ന 2 ശക്തമായ അവലംബങ്ങൾ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ താലിബും രണ്ടുപേരും ഹിജ്റ 10-ാം വർഷം വഫാത്താവുകയാണ്. ഈ ലോകത്തോട് വിട പറയുകയാണ്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം സംഭവിക്കുകയാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ. തായിഫിലേക്ക് അഭയം തേടിച്ചെന്നെങ്കിലും തായിഫുകാർ പ്രവാചകൻ നിഷ്കരുണം ആട്ടിയോടിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മക്കയിൽ ഏകദേശം ഇസ്ലാമിക പ്രബോധനം ഏതാണ്ട് എല്ലായിടത്തും എത്തുകയും എത്തേണ്ടിടത്തൊക്കെ എത്തുകയും ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, സത്യവും അസത്യവും വേർതിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതേസമയം മക്കയിൽ പിന്നീട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ സാധ്യതകൾ ഒരുതരം അടഞ്ഞ ഒരു പ്രദേശമായി, സാധ്യതകൾ അവസാനിക്കുന്ന ഒരു പ്രദേശമായി, ഇസ്ലാമിക പ്രബോധനമായി മുന്നോട്ട് പോകുന്നതിന്റെ എല്ലാ വഴികളും അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വഴിമുട്ടിയതിന്റെ നിരാശയല്ല പ്രവാചകനിൽ കാണുന്നത്, മറിച്ച് പുതിയ വഴി തെളിക്കാനുള്ള പ്രത്യാശയാണ്. പുതിയ വഴി വെട്ടിത്തെളിയിക്കുവാനുള്ള ആസൂത്രണങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് പ്രവാചകന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ദീനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം പുലരാനുള്ളതാണ് എന്ന ഉറച്ച ബോധ്യമാണ് പ്രവാചകനെ മുന്നോട്ട് നയിക്കുന്നത്. അള്ളാഹുവിന്റെ ആ വാഗ്ദാനം എന്ന് പറയുന്നത് മരിച്ചുപോയി കഴിഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ ലഭിക്കുന്ന സ്വർഗത്തെ കുറിച്ചുള്ള വാഗ്ദാനം മാത്രമല്ല, പടച്ചവന്റെ മഗ്ഫിറത്തിനെ കുറിച്ചും മർഹമത്തെ കുറിച്ചുമുള്ള സന്തോഷ വാർത്ത മാത്രമല്ല, ഈ ദീനിന്, അള്ളാഹുവിന്റെ ദീനിന് ഭൂമിയിൽ സാധിക്കാനുള്ള, ഇവിടെ നേടിയെടുക്കാനുള്ള ചില ദുനിയവിയായ താല്പര്യങ്ങളെ കുറിച്ച് കൂടി പടച്ചവൻ പ്രവാചകന് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം, അള്ളാഹുവിന്റെ സഹായവും ആസന്നമായ വിജയവും, അതുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സത്യവിശ്വാസികൾക്ക് പടച്ച റബ്ബിന്റെ ഭാഗത്തുള്ള വാഗ്ദാനമാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. ഭൂമിയുടെ പ്രാതിനിധ്യം നിങ്ങളെ ഏൽപ്പിക്കും, ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഭൂമിയുടെ പ്രാതിനിധ്യം, അനന്തരാവകാശം അള്ളാഹു നൽകിയതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ട ഈ ദീനിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ആധിപത്യം നൽകുകയും ചെയ്യും.
വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ, ദുഃഖത്തിന്റെ, വേദനയുടെ, യാതനയുടെ, പരീക്ഷണത്തിന്റെ ഘട്ടങ്ങൾക്ക് ശേഷം, ഇതിന് ശേഷം വരാനിരിക്കുന്ന ഒരു നിർഭയത്വത്തിന്റെ, ഒരു സമാശ്വാസത്തിന്റെ, ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയും ചെയ്യും എന്ന് പടച്ച റബ്ബ് സൂറത്തുൽ നൂറിൽ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇതുപോലുള്ള വാഗ്ദാനത്തിലും പടച്ചവന്റെ സഹായത്തിലുമുള്ള പ്രതീക്ഷയാണ് പ്രവാചകനെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ ജീവിക്കാനിരിക്കുന്ന വിശ്വാസികളെ മുന്നോട്ട് നയിക്കേണ്ടതും പ്രിയമുള്ളവരെ പടച്ചവൻ നൽകുന്ന വാഗ്ദാനങ്ങളും അള്ളാഹുവിന്റെ സഹായത്തിലുള്ള പ്രതീക്ഷകളുമാകണം. കാരണം ഈ ദീൻ എന്ന് പറയുന്നത്, ഈ ദീനിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ആർക്കും ഊതിക്കെടുത്താൻ സാധ്യമാകാത്തതാണ്. സത്യനിഷേധികൾ എത്ര തന്നെ ശക്തരായാലും സത്യദീനിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ അവർ എത്ര തന്നെ പരിശ്രമിച്ചാലും അതിന് പടച്ചവൻ അതിന് വഴിവെക്കുകയില്ല എന്ന ബോധ്യം വിശ്വാസികൾക്ക് ഉണ്ടാകണം. എന്ന് മാത്രമല്ല, ഈ ദീനിനെ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുക എന്നതും ആ പൂർത്തീകരിക്കാനുള്ള പടച്ചവന്റെ തീരുമാനത്തിലും നല്ല ബോധ്യം വിശ്വാസികൾക്ക് ഉണ്ടാകണം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് എത്ര അരോചകമായാലും, അത്യനിഷേധികൾ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ എത്ര തന്നെ പരിശ്രമിച്ചാലും ഈ ദീനിന്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കുക എന്നത് പടച്ചവന്റെ സുന്നത്താണ്. ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സത്യദീനും സന്മാർഗവും കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദൂതനെ അയച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൂതനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പടച്ചവന് ചില ലക്ഷ്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അത് മറ്റെല്ലാ വ്യവസ്ഥിതികളെക്കാളും മുകളിൽ, മനുഷ്യനിർമ്മിതമായ സകല വ്യവസ്ഥിതികളെക്കാളും മുകളിൽ പടച്ചവന്റെ ദീനിന് മേധാവിത്വം വരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഭൂമിയിൽ സാധ്യമാകേണ്ടതുണ്ട് എന്നത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അപ്പോ പ്രത്യക്ഷത്തിൽ മക്കയിൽ പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിലും, പ്രബോധനത്തിന് വഴിമുടക്കങ്ങൾ സംഭവിക്കുമ്പോഴും അതിനപ്പുറത്ത് പടച്ചവന്റെ ഒരു ആസൂത്രണമുണ്ട് എന്ന പ്രതീക്ഷയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. ഹിജ്റയെ സംബന്ധിച്ച് അതിന്റെ മുന്നോടിയായി മുശ്രിക്കുകളുടെ ആസൂത്രണത്തെ കുറിച്ച്, അവരുടെ തന്ത്രം മെനയലിനെ കുറിച്ച്, പ്രവാചകനെ ഹിജ്റയിൽ നിന്ന് തടയുവാനുള്ള എമ്പാടുമുള്ള ഗൂഢാലോചനകളെ സംബന്ധിച്ചൊക്കെ സൂറത്ത് അൻഫാൽ എന്ന് പറയുന്നുണ്ടല്ലോ. വൈദി യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. അവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭം, അവർ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്ന സന്ദർഭം, ഒന്നുകിൽ താങ്കളെ ബന്ധനസ്ഥനാക്കാൻ, അതല്ലെങ്കിൽ താങ്കളെ വധിച്ചു കളയാൻ, അതല്ലെങ്കിൽ താങ്കളെ മക്കയിൽ നിന്നും പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭം. പക്ഷെ അല്ലാഹു പറയാ അവര് തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹു അവന്റെ തന്ത്രവും പ്രയോഗിക്കുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ. തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മികച്ച തന്ത്രജ്ഞൻ പടച്ചവൻ തന്നെയാണ് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ആ ആസൂത്രണത്തെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്, ഇസ്ലാമിക പ്രവർത്തനത്തിന്, ഇസ്ലാമിന്റെ വിശാലമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ ഭൂമിക അന്വേഷിക്കുന്ന പ്രവാചകനെയാണ് നമ്മൾ ഹിജറക്ക് മുമ്പുള്ള 2 വർഷം മുതൽ നമ്മൾ കാണുന്നത്. ഹിജറ റസൂലുള്ള പെട്ടെന്ന് എടുത്തൊരു തീരുമാനമൊന്നുമല്ല. ഏറ്റവും ചുരുങ്ങിയത് 2 വർഷക്കാലത്തെ നിരന്തരമായ ആസൂത്രണത്തിന്റെയും വളരെ മുന്നൊരുക്കത്തിന്റെയും അനന്തരഫലമായിട്ടാണ് ഹിജറ എന്ന് പറയുന്ന പ്രവാചകന്റെ ആ വലിയ പ്രൊജക്ട് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഹിജറ സ്വന്തം നാട്ടിൽ നിന്ന്, പിറന്ന നാട് ഉപേക്ഷിച്ച്, ജനിച്ച വീട് ഉപേക്ഷിച്ച്, തൊഴിലിടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് മറ്റൊരു നാട്ടിലേക്ക് അഭയം തേടിയുള്ള ഒരു യാത്രയാണല്ലോ. അങ്ങനെയാണല്ലോ ചരിത്രം അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റുകൾ ചരിത്രത്തെ വികൃതമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പ്രവാചകന്റെയും അനുയായികളുടെയും ഒരു ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പലായനം എന്നാണ് അവർ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അതിനൊരുപാട് ദുസൂചനകളുണ്ട്, അതിനൊരുപാട് ദുരുദ്ദേശങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഹിജറ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. പ്രവാചകന്റെ ഹിജറ കേവലം ഒരു അഭയം തേടിയുള്ള ഒരു അന്വേഷണ യാത്രയായിരുന്നില്ല. കാരണം അത്തരം യാത്രകളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. ത്വായിഫിലേക്ക് പ്രവാചകൻ പോയിട്ടുണ്ട്, അഭയം തേടി പോയിട്ടുണ്ട്. എത്യോപ്യയിലേക്ക് അനുയായികളെ റസൂലുള്ള അഭയം തേടി വിട്ടിട്ടുണ്ട്, നജാഷിയുടെ അടുത്തേക്ക്. പക്ഷെ അതിനെക്കുറിച്ചും നമ്മൾ ഹിജറ എന്ന് പറയുന്നില്ല. പക്ഷെ പ്രവാചകന്റെയും അനുയായികളുടെയും മദീനയിലേക്കുള്ള ഇസ്ലാമിക പ്രവർത്തന കേന്ദ്രത്തിന്റെ പറിച്ചുനടലിനെ നമ്മൾ ഹിജറ എന്ന് പറയുന്നത് ആ ഹിജറക്ക് ശേഷം മദീനയിൽ എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്തുമ്പോഴാണ്.
അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ യാത്ര മദീനയിലേക്ക്, കൊച്ചു മദീനയിലേക്കുള്ള യാത്ര ചരിത്രത്തെ മുഴുവൻ പരിമറിക്കുകയാണ്. യസ്രിബ് എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ പേര് പോലും പിന്നീട് മാറുകയാണ്. മദീനത്തുൽ നബി അല്ലെങ്കിൽ മദീനത്തുർ റസൂൽ എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ മദീനയിലെത്തുന്ന പ്രവാചകന്റെ നേതൃത്വത്തിൽ കൊച്ചു മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് അടിത്തറവാവുകയാണ് റസൂലുള്ളാഹി ചെയ്യുന്നത്. അതുവഴി മുസ്ലിം സമൂഹം അതുവരെ പീഡനത്തിന്റെയും നിന്ദ്യതയുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതാപത്തിന്റെയും ഔന്നത്യത്തിന്റെയും യുഗത്തിലേക്ക്, പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പുതുയുഗ പ്രവേശനമാണ് സംഭവിക്കുന്നത്. ഹിജ്റ വേളയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. പ്രവാചകരെ, അല്ലാഹ് പറയാണ് റസൂലിനോട് പ്രാർത്ഥിക്കാൻ, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, പടച്ചവനെ നീ എന്നെ എങ്ങോട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിലും സത്യത്തോടൊപ്പം പുറപ്പെടുവിക്കണമേ, സത്യത്തോടൊപ്പം പുറപ്പെടുവിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, എവിടെ നിന്ന് എന്നെ പുറപ്പെടുവിക്കുകയാണെങ്കിലും സത്യത്തോടൊപ്പം പുറപ്പെടുവിക്കണമേ. കഴിഞ്ഞിട്ടില്ല, വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയുടെ താങ്ങ് ഈ ആദർശത്തിന് നീ നൽകണമേ. നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയുടെ താങ്ങ് ഈ ആദർശത്തിന് നീ നൽകണമേ. അല്ലെങ്കിൽ നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയുടെ താങ്ങ് കൊണ്ട് നീ ഈ ആദർശത്തെ, ഇസ്ലാമിക ആദർശത്തെ നീ ശക്തിപ്പെടുത്തണമേ. ഇതാണ് റസൂൽ പ്രാർത്ഥിക്കുന്നത്. ഒരു അഭയാർത്ഥിയായി പോകുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി മക്കയിൽ നിന്ന് പോകുന്ന, വെറും കൈയോടുകൂടി പോകുന്ന പ്രവാചകൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നു. അപ്പൊ ഹിജ്റക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഹിജ്റക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, വഹീന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരാനിരിക്കുന്ന ഒരു ഇസ്ലാമിക സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ നടപ്പിലാക്കേണ്ട കൽപ്പനകൾ, പടച്ചവന്റെ നിർദ്ദേശങ്ങൾ, അത് കേവലം പ്രബോധനം കൊണ്ടോ ഉപദേശങ്ങൾ കൊണ്ടോ വഴുതു പറഞ്ഞത് കൊണ്ടോ സാധിക്കുന്നതല്ല. മറിച്ച് ഒരു ഭരണകൂടത്തിന്റെ, ഒരു ഭരണക്രമത്തിന്റെ അടിത്തറയിൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ്. അഥവാ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ദീനിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ലോകത്ത് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലേ? അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ വരുന്ന പരിമിതമായ ആരാധനകളും അനുഷ്ഠാനങ്ങളും, ദിക്ർ, അതുപോലെ തന്നെ തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ്, തക്ബീർ, ഇങ്ങനെയുള്ള കുറെ ചെല്ലലും ചെയ്യലും. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ കണ്ടന്റിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ, അത് ഇതിൽ പരിമിതമാണോ? ഒരൊറ്റായത്ത് മാത്രം നോക്കിയാൽ മതി. സൂറത്തുൽ നൂർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, വെളിച്ചം. സൂറത്തുൽ നൂർ, പ്രകാശം. ആ സൂറത്തിന്റെ ആരംഭം നിങ്ങൾ എടുത്തു നോക്കൂ. സൂറത്തുൻ അൻസൽനാഹാ വ ഫറദ്നാഹാ വ അൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ എന്ന് പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഒരു അധ്യായം ഖുർആനിൽ, ഒരു സൂറത്ത് ഇത് അവതരിപ്പിക്കുന്നു. അത് അവതരിപ്പിക്കുക മാത്രമല്ല, അൻസൽനാഹാ വ ഫറദ്നാഹാ, അത് താങ്കൾക്ക് ഫർളാക്കി നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് അധ്യായത്തിന്റെ രണ്ടാമത്തെ ആയത്ത് എന്താണെന്നറിയോ? അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ വലാ തഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ് ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും ഇസ്ലാമിക സമൂഹത്തിന്റെ സദാചാരമായ ഭദ്രത നിലനിർത്തിക്കൊണ്ടു പോകാൻ, ഒരു സമൂഹത്തിന്റെ സദാചാരപരമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സൊസൈറ്റി മുന്നോട്ട് പോകാൻ, ഒരു സമൂഹം ലൈംഗികമായ അരാജകത്വത്തിലേക്കും അശ്ലീലതയിലേക്കും ആഭാസത്തരങ്ങളിലേക്കും ആണ്ടുപോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്ലാമിക സൊസൈറ്റിയിൽ സദാചാര ഭദ്രതയ്ക്ക് ആവശ്യമായ നിയമങ്ങൾ നൽകുകയാണ്. വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും 100 അടി വീതം അടിക്കണം. എന്നിട്ടോ അല്ലാഹ് എന്താ പറയുന്നത്? വലാ തഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും ഒരു ദയയും താങ്കൾക്ക് വേണ്ടതില്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. പക്ക ഈമാൻകാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നതിന് വിശുദ്ധ ഖുർആനിലെ ഈ ഒരൊറ്റായത്ത് മാത്രമല്ല, കുതിബ അലൈക്കുമുൽ ഖിസാസു ബിൽ ഖത്ല, കൊലക്ക് പ്രതിക്രിയാ നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു. കുതിബ അലൈക്കും, നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. കുതിബ അലൈക്കും എന്ന ഈ ആയത്തിന് കുറച്ചു ശേഷം സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റൊരു കുതിബനെ കുറിച്ച് പറയുന്നുണ്ട്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നോമ്പ് നിർബന്ധമാക്കിയതിനെ സംബന്ധിച്ച്.
അതും പറയുന്നത് കുത്തിബ അലൈക്കും എന്നാണ്. ഇവിടെ പറയുന്ന കുത്തിബ അലൈക്കുമുൽ ഖിതാലു ഫിൽ ഖത്ല, കൊലക്ക് പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു. കൊലക്ക് പ്രതിക്രിയ നിയമം ആരാണ് നടപ്പിലാക്കേണ്ടത്? നോമ്പെടുക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കഴിയില്ലല്ലോ. അതിനൊരു ഭരണകൂട സംവിധാനം വേണം, അവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ വേണം, അതിന്റെ അടിസ്ഥാനം പടച്ചവന്റെ നിയമങ്ങളാകണം. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ ദീൻ കേവലം ഒരു പ്രബോധന പ്രവർത്തനങ്ങളുടെ ആ ഒരു തലത്തിൽ നിന്ന് ഒരു ഭരണത്തിന്റെയും ഭരണകൂടത്തിന്റെയും അതിന്റെ ഒരു അടുത്ത ഒരു സ്റ്റേജിലേക്കുള്ള അതിന്റെ ഒരു വികാസത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഹിജ്റയുടെ രാഷ്ട്രീയ മാനത്തെ നമ്മൾ കാണുന്നത്. ഭദ്രവും മാതൃകായോഗ്യവുമായ ഒരു സമൂഹമായി മുസ്ലിം ഉമ്മ മാറുന്നതിന് വഴിയൊരുക്കുകയാണ് ഹിജ്റ സംഭവിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, മക്കയുടെ അതിർവരമ്പുകളിൽ അവസാനിച്ചിരുന്ന ഇസ്ലാമിക പ്രബോധനം, മക്കയുടെ അതിർവരമ്പുകളിൽ മാത്രം പരിമിതമായിരുന്ന ഇസ്ലാമിക പ്രബോധനം പ്രാദേശികമായ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് പരന്നൊഴുകാൻ തുടങ്ങുന്നത് ഹിജ്റയ്ക്ക് ശേഷമാണ്. കാരണം ഈ ഇസ്ലാമിക ആദർശം എന്ന് പറയുന്നത് മക്കയുടെ പരിമിതമായ അതിരുകൾക്കുള്ളിൽ കെട്ടിനിൽക്കേണ്ടതോ കെട്ടടങ്ങേണ്ടതോ അല്ല. ഇസ്ലാമികമായ ആദർശവും ഇസ്ലാമികമായ സാമൂഹിക ക്രമങ്ങളും മക്കയുടെ പരിമിതമായ അതിരുകൾക്കുള്ളിൽ കെട്ടിനിൽക്കേണ്ടതോ കെട്ടടങ്ങേണ്ടതോ അല്ല, മറിച്ച് ഇത് ലോകത്തേക്ക് ഒഴുകി പരക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് സത്യനിഷേധികൾ ഉറക്കം കെടുന്നത്. മക്കയിൽ നിന്നും സത്യവിശ്വാസികളുടെ ഓരോ കാൽപ്പാടുകളും അപ്രത്യക്ഷമാകുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അമ്പരക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സംഘപരിവാറിനെ പോലെയുള്ളവരാണ് അവരെങ്കിൽ വിശ്വാസികളോട് കേവലം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി, പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, ഇന്ത്യ ഇവരിൽ നിന്ന് നമുക്ക് മുക്തമായാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ആക്കിക്കോളാം എന്ന് പറയുന്നത് പോലെയല്ല മക്കയിലെ മുശ്രിക്കുകൾക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, വിശ്വാസികൾ മക്കയിൽ നിന്നൊക്കാണ്ട് പോയി മദീനയിൽ പോയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടവരെന്നല്ല അവർ വിചാരിക്കുന്നത്. മറിച്ച് മക്കയുടെ മണ്ണിൽ പതിഞ്ഞിരുന്ന പല പാദങ്ങളും മക്കയുടെ മണ്ണിൽ പതിയാതാകുമ്പോൾ മുശ്രിക്കുകൾ അമ്പരക്കുകയാണ്. കാരണം ഇത് മരിച്ചു തീരല്ല, മനപരിവർത്തനം സംഭവിക്കല്ല, അല്ലെ, തിരിച്ചു വരില്ല. ഓരോ ദിവസവും മക്കയിൽ വിശ്വാസികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കാരണം അവർ വീട് വിട്ടു പോവുകയാണ്, അവർ നാട് വിടുകയാണ്, അവർ കച്ചവടവും കൃഷിയും ഒക്കെ വേണ്ടെന്ന് വെച്ച് മദീനയിലേക്ക് പോവുകയാണ്. ഒരു അഭയാർത്ഥികളുടെ ഒരു ആവലാതിപ്പെടേണ്ട യാത്രയല്ല, മറിച്ച് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സോടും ആത്മാഭിമാനത്തോടും കൂടിയാണ് വിശ്വാസികൾ മക്ക വിടുന്നത്. ഇത് മുശ്രിക്കുകൾ അമ്പരപ്പുണ്ടാക്കുകയാണ്. കാരണം മക്കയുടെ പുറത്തേക്ക് ഇസ്ലാം പരന്നു കഴിഞ്ഞാൽ, മദീനയിലേക്ക് ഇസ്ലാം എത്തിക്കഴിഞ്ഞാൽ മദീനയിൽ ഇസ്ലാമിക സമൂഹം ശക്തിപ്പെടുമെന്നും അവരുടെ മക്കക്കാർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു തിരിച്ചുവരവിന്റെ ഭീഷണി ഓരോ വിശ്വാസിയുടെയും യാത്രയിൽ അവർ ഭയപ്പെടുകയാണ്. അങ്ങനെയാണ് അവർ ദാറുൻ നദവിൽ യോഗം ചേരുന്നത്. എന്താണ് തടയാനുള്ള വഴി? ഒരു മാർഗമില്ല. അങ്ങനെയാണ് അനുയായികളൊക്കെ ഏകദേശം പോയി കഴിഞ്ഞുന്ന നേതാവിനെയെങ്കിലും ഹിജ്റയിൽ നിന്ന് തടയണം. നേതാവിനെ തടയാനാണ് ഇവർ ഗൂഢാലോചന നടത്തുന്നത്. അല്ലാതെ റസൂലുള്ള ഇവര് ശത്രുക്കൾ പ്രവാചകനെ വധിക്കാനൊരുങ്ങിയപ്പോ റസൂലുള്ള വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാടുവിട്ടു. ഇതാണ് ഓറിയന്റലിസ്റ്റുകൾ, പാശ്ചാത്യ എഴുത്തുകാരന്മാർ ഹിജ്റയെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചോട്ടം. യഥാർത്ഥത്തിൽ റസൂലുള്ള മക്കൾക്ക് പുറത്തു പോയാൽ മദീനയിൽ ശക്തിപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു തിരിച്ചുവരവിന്റെ അപകടം, ഒരു ഭീഷണി മക്കയിലെ മുശ്രിക്കുകൾ മുൻകൂട്ടി കാണുകയാണ്. അതുകൊണ്ടാണ് നേതാവായ പ്രവാചകനെ മക്ക വിട്ടു പോകാൻ അനുവദിക്കാതിരിക്കാൻ എന്ത് വഴി എന്ന് ആലോചിക്കുന്നത്. പല നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. അവസാനം തീർക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീർക്കാൻ തീരുമാനിക്കണം. അവരുടെ മുമ്പിൽ പ്രശ്നമുണ്ട്. ആര് തീർക്കും? പ്രമുഖ കുടുംബാംഗമാണ്, ഖുറൈശി ഗോത്രമാണ്. ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ വയലിൽ കയറി മേഞ്ഞതിന്റെ പേരിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഗോത്ര സംഘടനകൾ പതിവായിരുന്ന കാലമാണ്. ഗോത്ര പക്ഷപാതിത്വം അത്രയും രൂക്ഷമായിരുന്ന കാലമാണ്. അതിനും അവർ വഴി കാണുന്നുണ്ട്. ഓരോ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ, എല്ലാ ഗോത്രങ്ങളുടെയും പ്രതിനിധികൾ ഒന്നിച്ചു ചേർന്ന് പ്രവാചകനെ വീട് വളഞ്ഞ് എല്ലാവരും കൂടി റസൂലുള്ളാഹിന്റെ തലയെടുക്കുക. ആ തീരുമാനമാണ് അംഗീകരിക്കപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, അള്ളാന്റെ റസൂലിനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7ാം ആകാശത്തേക്കും കൊണ്ടുപോയ അള്ളാഹുവിന് പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനയിലെത്തിക്കാൻ വല്ല പണിയുണ്ടോ? നിമിഷ നേരം പോലെ, കണ്ണടച്ച് തുറക്കുന്ന നേരം പോലെ. പക്ഷെ പടച്ചവൻ അങ്ങനെ തീരുമാനിച്ചില്ല.
അള്ളാഹ് തീരുമാനിച്ചത് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകൻ പുറത്തിറങ്ങുന്നത് കാത്തു നിൽക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ കൺമുന്നിലൂടെ തന്നെ തന്റെ പ്രവാചകനെ മദീനയിൽ എത്തിക്കണമെന്നത് പടച്ചവന്റെ തീരുമാനമായിരുന്നു. അവര് തന്ത്രം പ്രയോഗിക്കുന്നു, പടച്ചവന്റെ തന്ത്രവും പ്രയോഗിക്കുന്നു. തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മികച്ച തന്ത്രജ്ഞൻ അള്ളാഹു തന്നെയാണ്. ഖുർആൻ അടിവരയിടുകയാണ്. അങ്ങനെയാണ് ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവരുടെ മുഖത്തേക്ക് ഒരുപടി മണ്ണ് വാരിയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. സൂറത്ത് യാസീനിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്കിടയിൽ പ്രവാചകനും അവർക്കുമിടയിൽ പടച്ചവൻ ഒരു മതിൽ, ഒരു മറയിടുകയാണ്. അതവരെ മൂടി മറക്കുകയാണ്. വഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹ് മക്ക വിട്ടു പോവുകയാണ്. ആ പോക്കിലാണ് സുറാഖ പിന്തുടരുന്നത്. സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന മുശ്രിക്ക് 100 ഒട്ടകങ്ങൾ ഇനാം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ പിന്തുടരുന്നത്. പക്ഷേ റസൂലുള്ളാഹിനെ അടുത്തെത്താൻ കഴിയാതെ സുറാഖയുടെ കാലുകൾ മണ്ണിൽ ആണ്ടുപോവുകയും സുറാഖയുടെ കുതിരയുടെ കാൽപ്പാടുകൾ മണലിൽ ആണ്ടുപോവുകയും സുറാഖയുടെ മുന്നിൽ ഒരു തീക്കാറ്റ് പ്രത്യക്ഷപ്പെടുകയും ചെയ്ത് അവസാനം സുറാഖ തന്നെ പ്രവാചകനോട് അഭയം തേടുകയാണ്. അഭയം തേടിയ സുറാഖനെ റസൂലുള്ളാഹി അഭയം കൊടുത്ത് തിരിച്ചയക്കുന്നുണ്ട്. തിരിച്ചയക്കുമ്പോ റസൂലുള്ളാഹി സുറാഖക്ക് ഒരു ഓഫറും കൊടുക്കുന്നുണ്ട്. സുറാഖയുടെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അല്ല സുറാഖ, ഈ കൈകളിൽ കിസ്റയുടെ സ്വർണ്ണവളകൾ അണിയിച്ചാൽ എങ്ങനെ ഉണ്ടാവും സുറാഖ? സുറാഖ അത്ഭുതത്തോട് റസൂലിന്റെ മുഖത്തേക്ക് നോക്കി, എന്താ ചെങ്ങായി പറയുന്നത്? ഹുർമുസിന്റെ മകൻ കിസ്റയെ കുറിച്ചാണോ മുഹമ്മദ് അലി സംസാരിക്കുന്നത്? അതെ, കിസ്റ ബിൻ ഹുർമുസ് ആ കാലഘട്ടത്തിലെ സാമ്രാജ്യ ശക്തിയായിരുന്ന ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മോന്റെ കിരീടം മറ്റു തരാന്നൊക്കെ പറഞ്ഞ പോലെ കിസ്റയുടെ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന കിസ്റയുടെ സ്വർണ്ണവളകളെ കുറിച്ച് അഭയം തേടി പോകുന്ന, മക്ക വിട്ടു പോകുന്ന റസൂലുള്ളാഹി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മദീനയിലേക്കുള്ള യാത്ര എന്തിനു വേണ്ടി എന്നതാണ്. കൊച്ചു മദീനയിൽ ഇസ്ലാമിക സമൂഹത്തിന് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അടിത്തറ ഒരുങ്ങുന്നു, ഭൂമി ഒരുങ്ങുന്നു എന്ന ഉറച്ച വിശ്വാസവും ആ കൊച്ചു മദീനയിൽ രൂപപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അതിരുകൾ കിസ്റയുടെ കൊട്ടാരത്തോളം ചെന്നെത്തുമെന്ന ഉറച്ച ബോധ്യവുമാണ്. അല്ലെങ്കിൽ ഇപ്പൊ കിസ്റയുടെ സ്വർണ്ണവളകളെ കുറിച്ച് സംസാരിക്കും റസൂലുള്ളാഹി. അതാണ് പ്രവാചകന്റെ ബോധ്യം എന്ന് പറയുന്നത്. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലമാകുമ്പോഴേക്കും ഖാദിസിയ്യ യുദ്ധത്തിൽ പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിക സമൂഹത്തിന് അടിയറവ് പറയുമ്പോൾ ആ സ്വർണ്ണവളകളും കിരീടങ്ങളും ഒക്കെ ഖലീഫയുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്നുണ്ട്. അപ്പോഴേക്ക് ഇസ്ലാം സ്വീകരിക്കുന്ന സുറാഖ ഖലീഫ ഉമർ ഫാറൂഖ് വിളിച്ചു ചോദിക്കുന്നത്, അയിന സുറാഖത്ത് ബിൻ മാലിക്, എവിടെ സുറാഖ? വൃദ്ധനായ സുറാഖ കടന്നു വരുന്നു. ഈ രാജകിരീടവും സ്വർണ്ണവളകളും ഒക്കെ സുറാഖയെ അണിയിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബനൂ മദ്ലജ് ഗോത്രത്തിലെ ഒരു സാധാരണക്കാരനായ ഗ്രാമീണൻ, അയാളുടെ തലയിലിരിക്കുന്നത് കിസ്റയുടെ കിരീടമാണ്. അവന്റെ കൈകളിൽ അണിയിക്കപ്പെട്ടുള്ള കിസ്റയുടെ വറകളാണ്. സഹാബികൾ തക്ബീർ ധ്വനികൾ ഉയർത്തിക്കൊണ്ട് ആ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് റസൂലുള്ളാഹിന്റെയും അനുയായികളുടെയും ഹിജറയെ കുറിച്ച് സാമാന്യമായ ഒരു ധാരണയെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. അഥവാ ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി, ശത്രുക്കൾ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ വലിയ ഒരു കുതിച്ചുചാട്ടത്തിന്റെ, വലിയ ഒരു മുന്നേറ്റത്തിന്റെ നാന്ദിയായിരുന്നു ഹിജറ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക കലണ്ടറിന് എന്താണ് അടിസ്ഥാനമാക്കേണ്ടത് എന്ന് സഹാബികൾക്കിടയിൽ ചർച്ച വന്നപ്പോ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പല നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. നമുക്ക് റസൂലുള്ള ജനിച്ച വർഷം നമുക്ക് കലണ്ടറിന് അടിസ്ഥാനമാക്കാം, അന്ന് മുതൽ ആരംഭിക്കാം ഇസ്ലാമിക കലണ്ടർ. വേറെ ചിലർ വന്ന് മക്ക വിജയം, ഫത്ഹ് മക്ക അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കാം. പക്ഷെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കുഫറിന്റെ മക്കയുടെ മണ്ണിൽ നിന്നും വിശാലമായ മദീനയിലേക്കുള്ള പ്രവാചകന്റെയും അനുയായികളുടെയും ഹിജറ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ആ ഹിജറയാകട്ടെ നമുക്ക് ഇസ്ലാമിക കലണ്ടർ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയാണ്. കാരണം അതിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ഹിജ്റത്തു ഫറഖത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച മഹാസംഭവമായിരുന്നു ഹിജറ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശത്തെ അടിവരയിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ലോകം ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ
പുതിയ ഹിജറ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചരിത്രത്തിൽ ഹിജറ വഹിച്ച പങ്കിനെ സംബന്ധിച്ച്, ഹിജറ പകർന്നു നൽകുന്ന ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പാഠങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്നതും, പുതിയ കാലത്ത് അള്ളാഹുവിന്റെ ദീനിനെ ആത്മാഭിമാനത്തോടു കൂടി പ്രതിനിധീകരിക്കാനുള്ള ആ ഒരു ശേഷി ആർജിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മിൽ നിന്നും ഈ കാലം താല്പര്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും വലിയ പാഠങ്ങൾ പഠിക്കാനും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഈമാൻ ഉൾക്കൊള്ളുവാനും, അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം നമ്മിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി